അപ്പോൾ അതായത് നമ്മുടെ എൻജിൻ ഫ്ലഷ് ഒഴിച്ചതിൻ്റെ റിസൾട്ട് കണ്ടോ? നമ്മുടെ ഓയിലിൻ്റെ വിസ്കോസിറ്റി കുറഞ്ഞത് വെള്ളം ചാടുന്ന പോലെ ഉണ്ടോ ഓയിൽ ചാടുന്നത്. അതായത് നമ്മുടെ പറ്റിപ്പിടിച്ചിരിക്കുന്ന കംപ്ലീറ്റ് മാക്സിമം ഒരു 90% ഓയിലും നമ്മുടെ എൻജിനിൽ നിന്ന് ഡ്രെയിൻ ആവും കേട്ടോ ഇത് ഒഴിച്ചാൽ. അപ്പോൾ നമ്മൾ ഓയിലൊക്കെ ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ ഐഡിലിട്ട് നോക്കി കേട്ടോ. വണ്ടീൻ്റെ സൗണ്ട് നല്ലോണം മാറിയിട്ടുണ്ട്, നല്ല സ്മൂത്ത്നെസ് വന്നിട്ടുണ്ട് കേട്ടോ വണ്ടിക്ക്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ചാണ് കേട്ടോ. ഇത് എന്താണെന്ന് വെച്ചാൽ മോട്ടോറിൻ്റെ ഫുള്ളി സിന്തറ്റിക് എഞ്ചിൻ ഓയിലാണ്. അതായത് നമ്മുടെ വണ്ടീൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാൻ സമയമായി, ഏകദേശം മാറിയിട്ട് 2500 കിലോമീറ്റർ ഓടി. ഇതിലിപ്പോൾ കിടക്കുന്നത് സെമി സിന്തറ്റിക് ഓയിലാണ്. അത് മാറ്റി നമ്മൾ ഫുള്ളി സിന്തറ്റിക് ഒഴിക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എൻജിൻ ഫ്ലാഷും കൂടി ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയിരുന്നപ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ ഈ എൻജിൻ ഫ്ലാഷും അതുപോലെ പെട്രോൾ സിസ്റ്റം ക്ലീനറും നമുക്ക് ഫ്രീ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ മോട്ടോറിൻ്റെ ഓയിലിൻ്റെ കൂടെ. അപ്പോൾ എന്തായാലും എൻജിൻ ഫ്ലഷും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ എൻജിൻ ഓയിൽ കേട്ടോ. ഏകദേശം 900 രൂപയാണ് ഇതിൻ്റെ വില 1 ലിറ്ററിന്. അതിന് കൂടെ കിട്ടിയ 2 ഐറ്റംസാണ് ഇത്. ഒന്ന് നമ്മുടെ എൻജിൻ ഫ്ലഷും ഒന്ന് നമ്മുടെ പെട്രോൾ സിസ്റ്റം ക്ലീനറും കേട്ടോ. അപ്പോൾ എൻജിൻ ഫ്ലഷ് നമുക്കിപ്പോൾ ഉപയോഗിച്ച് നോക്കാം, പെട്രോൾ ഫ്ലഷ് കുറച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിച്ച് നോക്കാം കേട്ടോ. ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഞാൻ റിസർച്ച് ചെയ്തതനുസരിച്ച് കുഴപ്പമില്ല എന്നാണ് കാണുന്നത്. എന്തായാലും നമുക്ക് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ എനിക്ക് എൻജിൻ ഓയിലിൻ്റെ കൂടെ കിട്ടിയ എൻജിൻ ഫ്ലഷാണ് കേട്ടോ. ഫ്ലഷ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണിത്. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ എൻജിൻ ഓയിൽ പഴയ എൻജിൻ ഓയിലിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വണ്ടി റൺ ചെയ്തിട്ട് അത് കഴിഞ്ഞ് പഴയ ഓയിൽ ഡ്രെയിൻ ചെയ്യാനാണ് പ്ലാൻ കേട്ടോ. ഇത് ഉപയോഗിക്കാൻ നമ്മൾ നമ്മുടെ പഴയ എൻജിൻ ഓയിലിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി ഫസ്റ്റ് നമുക്ക് ഈ ഒരു കോമ്പൗണ്ട്, ഈ ഒരു ലിക്വിഡ് നമുക്ക് പഴയ എൻജിൻ ഓയിലിൻ്റെ കൂടെ ഒഴിക്കണം. അതിൻ്റെ കൂടെ ഒഴിച്ചാലാണ് കറക്റ്റായിട്ട് എൻജിൻ ഫ്ലഷായിട്ട് പഴയ ഓയിലിൻ്റെ കൂടെ നമ്മുടെ എൻജിനിലെ സ്ലഡ്ജും അതേപോലെ ആ കാർബൺ ഡെപ്പോസിറ്റൊക്കെ വരുള്ളൂ കേട്ടോ. എന്തായാലും നമുക്ക് എന്തായാലും ഒന്ന് ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് സ്റ്റാർട്ടാക്കി ഇട്ട് നോക്കാം. ഉണ്ടോ എൻജിൻ്റെ ഓയിലിൻ്റെ കളറൊക്കെ മാറി തുടങ്ങി കേട്ടോ. എന്തായാലും മാറ്റാൻ സമയമായി. അപ്പം നമ്മുടെ എൻജിൻ ഫ്ലഷ് നമുക്ക് നമ്മുടെ എൻജിനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ എൻജിൻ ഫ്ലഷ് നമ്മൾ വണ്ടിയിലെ എൻജിൻ ഓയിലിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് നമുക്ക് എൻജിനൊന്ന് സ്റ്റാർട്ടാക്കി ഐഡിലിടാം കേട്ടോ. എന്നാൽ കറക്റ്റ് ഈ എൻജിൻ ഓയിൽ സർക്കുലേറ്റ് ആയി എല്ലാ പാർട്ടിക്കിൾസും നമുക്ക് താഴെ കൊണ്ടുവന്ന് നമുക്ക് പിന്നെ അത് ട്രെയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് അങ്ങനെ കിടക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സ്റ്റാർട്ടാക്കി ഐഡിലിട്ടിട്ട് ഇനി നമുക്ക് ഓഫാക്കിയിട്ട് നമ്മുടെ പഴയ എൻജിൻ ഓയിൽ നമുക്ക് ട്രെയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എൻജിൻ ഓയിൽ ഡ്രെയിൻ ചെയ്യാം കേട്ടോ. അതിനത് 12-ൻ്റെ ഒരു സ്പാനറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. റിംഗ് സ്പാനർ കിട്ടിയാൽ അത്രയും നല്ലത്, ത്രെഡ് പൊട്ടാണ്ട് നമുക്ക് ഊരാം. അതേപോലെ നമ്മുടെ ഫിൽറ്റർ ഊരാനും ഉള്ള കറക്റ്റുള്ള നെറ്റ് എടുത്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മുടെ ഓയിലിൻ്റെ കളർ കണ്ടോ, നല്ല കറുത്ത കളറായിട്ടോ. അപ്പോൾ നമ്മുടെ എൻജിൻ ഫ്ലഷ് ഒഴിച്ചതിൻ്റെ റിസൾട്ട് കണ്ടോ? നമ്മുടെ ഓയിലിൻ്റെ വിസ്കോസിറ്റി കുറഞ്ഞത് വെള്ളം ചാടുന്ന പോലെ ഉണ്ടോ ഓയിൽ ചാടുന്നത്. അതായത് നമ്മുടെ പറ്റിപ്പിടിച്ചിരിക്കുന്ന കംപ്ലീറ്റ് മാക്സിമം ഒരു 90% ഓയിലും നമ്മുടെ എൻജിനിൽ നിന്ന് ഡ്രെയിൻ ആവും കേട്ടോ ഇത് ഒഴിച്ചാൽ. ഇനി നമുക്ക് നമ്മുടെ ഫിൽറ്റർ അയക്കാം കേട്ടോ. ഫിൽറ്റർ അയക്കാൻ 8-ൻ്റെ കീ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിൽറ്ററിൻ്റെ അവസ്ഥ കേട്ടോ. ഫിൽറ്റർ മാറണം, പുതിയ ഫിൽറ്റർ നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫിൽറ്റർ അയക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ സൈഡിലെ സ്ക്രൂ കുറച്ച് വലുതായിരിക്കും, അത് ഇടുമ്പോൾ മാറിപ്പോകാണ്ട് ശ്രദ്ധിക്കണേ. അതേപോലെ ഫിൽറ്ററിൻ്റെ സ്പ്രിങ് വരുന്ന ഭാഗം അകത്തേക്ക് വെച്ചിടാനും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ പുതിയ ഫിൽറ്റർ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഫിൽറ്ററാണ് നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത് കുറച്ച് നേരം ഓയിൽ നമ്മുടെ പുതിയ ഓയിലിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് വേണം, സോക്ക് ചെയ്തല്ല കുറച്ച് നനച്ച് കൊടുത്താൽ മതി, നനച്ച് കൊടുത്തിട്ടിട്ടാൽ മതി കേട്ടോ. അതിന് മുമ്പ് ഈ വന്നിരിക്കുന്ന ഓയിലും അതേപോലെ നമ്മുടെ ക്യാപ്പിലുള്ള ഓയിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ എൻജിൻ ഓയിൽ ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ അത്യാവശ്യം തുടച്ച് വൃത്തിയാക്കി, അതേപോലെ ക്യാപ്പും തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പുതിയ ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഫിൽറ്റർ ഒന്ന് ഓയിലൊന്ന് നനച്ചിട്ട് ഫിൽറ്റർ ഇടാം കേട്ടോ. ഇതപ്പോൾ നമ്മളെ ഓയിൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഓയിൽ കുറച്ച് നമ്മുടെ ഫിൽറ്ററിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
നമുക്കിത് നമ്മുടെ ഫിൽറ്റർ വെക്കുന്നിടത്ത് വെക്കാം. നമ്മുടെ ഫിൽറ്ററിൻ്റെ നെറ്റ് ടൈറ്റ് ചെയ്യുമ്പോൾ എല്ലാം ഈവനായിട്ട് ടൈറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ലീക്ക് വരാൻ സാധ്യതയുണ്ട്. അതേപോലെ അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഡ്രെയിൻ നെറ്റ് അങ്ങ് അടച്ചേക്കാം. നമ്മുടെ ഡ്രെയിൻ നെറ്റ് നമ്മൾ അടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓയിൽ ഫിൽറ്ററിൻ്റെ കവറ് നല്ല ഈവനായിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വണ്ടി നേരെ നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ ഒഴിക്കുന്ന സ്ഥലം കുറച്ച് ചെരിഞ്ഞായതുകൊണ്ട് വണ്ടി സൈഡ് സ്റ്റാൻഡിൽ ഇടുന്നതായിരിക്കും നല്ലത്. പെട്ടെന്ന് ഒഴിച്ച് കഴിയാം കേട്ടോ. സൈഡ് സ്റ്റാൻഡിൽ ഇട്ടിട്ട് നമുക്ക് ഒഴിക്കാം. അപ്പോൾ അതെ, സൈഡ് സ്റ്റാൻഡിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഒഴിക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ അതെ, നമ്മുടെ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് നമ്മുടെ ക്യാപ്പ് ഒന്ന് കറക്റ്റ് ക്ലീൻ ചെയ്തിട്ട് ക്യാപ്പ് അടിച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടി ഐഡിലിടാം കേട്ടോ. കാരണം എൻജിൻ ഫ്ലഷ് ചെയ്തതല്ലേ. അപ്പോൾ നമ്മുടെ ഓയിൽ ഒഴിച്ച് നമ്മുടെ ട്രെയിനിട്ടൊക്കെ ടൈറ്റാക്കി ക്യാപ്പൊക്കെ ടൈറ്റാക്കി ഒരു 10 മിനിറ്റും കൂടി അല്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി നമ്മുടെ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി ഐഡിലിടാം കേട്ടോ. അപ്പോൾ അതെ, നമ്മൾ ഓയിലൊക്കെ ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ ഐഡിലിട്ട് നോക്കി കേട്ടോ. വണ്ടീൻ്റെ സൗണ്ട് നല്ലോണം മാറിയിട്ടുണ്ട്. നല്ല സ്മൂത്ത്നെസ് വന്നിട്ടുണ്ട് കേട്ടോ വണ്ടിക്ക്, പഴയ ഓയിലിനെക്കാട്ടിലും. അപ്പോൾ എൻജിൻ ഓയിൽ മാറ്റുമ്പോൾ, അതായത് നമ്മുടെ സെമി സിന്തറ്റിക്കിൽ നിന്ന് ഫുള്ളി സിന്തറ്റിക്കിലേക്ക് മാറ്റുമ്പോൾ എൻജിൻ ഓയിൽ എൻജിൻ ഫ്ലഷ് ചെയ്യുന്ന ഒരു പരിധി വരെ നല്ലതായിരിക്കും. കാരണം പഴയ ഓയിലിൻ്റെ കുറേയൊക്കെ പാർട്ടികൾ പോയി കിട്ടും. അപ്പോൾ പുതിയ വണ്ടിക്കൊന്നും ഇത് ചെയ്യണമെന്ന് ആവശ്യമില്ല കേട്ടോ. അതിൻ്റെ ഇപ്പോൾ ഒരു 40 കിലോമീറ്റർ ഓടി, 40,000 കിലോമീറ്ററിലൊന്നും ചെയ്യണമെന്നില്ല. ഒരു 50-55 ഓടിയിലും ചെയ്താൽ മതി. പക്ഷേ ഞാനിപ്പോൾ ഓയിലിൻ്റെ ടൈപ്പ് മാറ്റുന്നതുകൊണ്ട് മാത്രം ചെയ്തതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഞാൻ കുറച്ചും കൂടി വണ്ടി ഓടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം കേട്ടോ. പിന്നെ എൻജിൻ ഫ്ലഷ് നിങ്ങൾക്ക് ഏത് ബ്രാൻഡിനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ കമ്പനീസ് തന്നെ എൻജിൻ ഫ്ലഷ് ഇറക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത് വേണമെങ്കിൽ വാങ്ങി ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ മോട്ടോൾ, ഞാനിപ്പോൾ എൻ്റെ എൻജിൻ ഓയിലിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതുകൊണ്ട് ആ മോട്ടോളിൻ്റെ സാധനം ഉപയോഗിച്ചാണ് കേട്ടോ. അതുപോലെ വേറെ ബ്രാൻഡിൻ്റെയും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കണ്ടൻറ്റ്. ഇതിൻ്റെ മോർ അപ്ഡേറ്റ്സ്, അതായത് ഞാൻ ഓടിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിവ്യൂ ഞാൻ പറയാം. അതായത് ഈ ഫുള്ളി സിന്തറ്റിക് ഓയിലിൻ്റെ റിവ്യൂ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ് ഈസ് അബിൻ സൈനിങ് ഓഫ്.